ആദ്യ ദിവസങ്ങളിൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇ ഡി എത്തിയപ്പോൾ കണ്ട കാഴ്ചകളും രാഷ്ട്രീയ പ്രതിരോധവും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നതാണ്. അതായിരിക്കുമോ CPM-ന്റെ ഇനിയുമുള്ള നിലപാട്? ഈ വിഷയത്തെ CPM രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ തയ്യാറാകുമോ? വീണ വിജയനെയും തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുമ്പോൾ വലിയ പ്രതിഷേധമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വാടക വസതിയിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ. അന്ന് വലിയ പ്രതിഷേധവും പിന്നീട് അത് പ്രതിഷേധം അക്രമത്തിലേക്ക് മാറിയ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി അത്തരമൊരു നടപടിയിലേക്ക് CPM പോകില്ല. അന്ന് അത്തരമൊരു പ്രതിഷേധം ഉയർത്താനായ CPM നേതാക്കൾ പറയുന്നത് അത് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം മുൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന വീടാണ്. അവിടെ അദ്ദേഹത്തെ മണിക്കൂറുകളോളം ബന്ദിയാക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറിയിരുന്നു. വീണ വിജയൻ അവിടെ താമസിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവിടെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടി ആ വീട്ടിൽ താമസിക്കുന്നതാണ്. അദ്ദേഹത്തിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ഈ ഇഡിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി. അതുകൊണ്ടാണ് അത്തരമൊരു പ്രതിഷേധം ഉയർന്നത്. പിണറായി വിജയൻ ഉള്ള സ്ഥലത്ത് വീണയെ ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് CPM പോയത്. പക്ഷേ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്വാഭാവികം വീണ വിജയനെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് വിളിച്ചാൽ അവിടെ CPM-ന്റെ പ്രതിഷേധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രവുമല്ല ഇത് രാഷ്ട്രീയ വിഷയമായി തന്നെ CPM കാണുന്നു എന്നുള്ള വസ്തുതയാണ്. വീണ വിജയനിലേക്ക് തന്നെ ഒതുക്കാൻ ഉള്ള നീക്കമല്ല ഇഡി നടത്തുന്നത്. അവിടെ CPM-ന്റെ രാഷ്ട്രീയം കാണുന്നു. പക്ഷേ ഒരു പരിധി കടന്ന പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തും കണ്ണൂരുമൊക്കെ അന്ന് കണ്ടതുപോലുള്ള പ്രതിഷേധത്തിലേക്കോ CPM പോകാൻ ഇടയില്ല. പകരം പിണറായി വിജയനിലേക്ക് ഇത് എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ മാത്രമാകും CPM-ന് ആശങ്ക. അങ്ങനെ വരുമ്പോൾ അവിടെ അതൊരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ CPM രംഗത്തിറങ്ങും. നമുക്ക് കണ്ടതാണ് നേരത്തെ പിണറായി വിജയന്റെ മകളെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ പിണറായിലെ വസതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർന്നത്. കേരളത്തിൽ മാത്രമല്ല ദേശീയതലത്തിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി അടക്കം പങ്കെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധമാക്കി CPM അതിനെ മാറ്റിയിരുന്നു. അതിന് പ്രധാന കാരണം അവിടെ CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആ വീട്ടിലുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിനെ മണിക്കൂറുകളോളം ബന്ദിയാക്കിക്കൊണ്ട് ഒരു ചോദ്യം ചെയ്യൽ അവിടെ നടന്നു. അതുകൊണ്ടാണ് അത്തരമൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നതെന്ന് CPM വ്യക്തമാക്കുന്നു. പിണറായി വിജയൻ ഇല്ലാത്തൊരു വീട്ടിലായിരുന്നു വീണ വിജയനെ ചോദ്യം ചെയ്തെങ്കിൽ പക്ഷേ CPM-ന് അന്നുണ്ടാക്കിയുള്ള പ്രതിഷേധങ്ങൾക്ക് അവിടെ സ്കോപ്പും ഉണ്ടായിരുന്നില്ല, അവിടെ അതിനുള്ള വഴിയും ഉണ്ടായിരുന്നില്ല. ആ നീക്കം തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിലും CPM സ്വീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഈ കേസ് പിണറായി വിജയനിലേക്ക് എത്തിയ അത്തരമൊരു ആശങ്ക CPM-ന് ഇല്ലാതില്ല. വീണ വിജയനെ മാത്രം ലക്ഷ്യമിട്ട നീക്കമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നടത്തുന്നത്. വീണ വിജയനിലൂടെ പിണറായി വിജയൻ, അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവിടെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM തീരുമാനമെടുത്തത്. ഇപ്പോഴും അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് CPM കരുതുന്നു. ഇന്ത്യ മുന്നണിയുടെ ബന്ധത്തെ പോലും വഷളാക്കുന്ന തരത്തിലേക്ക് ആ വിവാദം മാറി. അന്ന് കോൺഗ്രസ് നിലപാടൊക്കെ നോക്കുമ്പോൾ അങ്ങനെ മാറിയിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ BJP വിരുദ്ധരായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നീക്കത്തിന്റെ ഭാഗമായി അതിനെ CPM വ്യാഖ്യാനിക്കും. പക്ഷേ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് CPM പോകില്ല. വീണയെ അറസ്റ്റ് ചെയ്താലും അത്തരമൊരു കടുത്ത നടപടിയിലേക്കൊന്നും CPM പോകാൻ പോകുന്നില്ല. പക്ഷേ പിണറായി വിജയനിലേക്ക് എപ്പോഴാണോ ഇതൊരു ടേൺ ഉണ്ടാകുന്നത് അവിടെ CPM വീണ്ടും നേരത്തെയുള്ള നിലപാടുമായി രംഗത്ത് വരും. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വീണ വിജയനിലേക്കുള്ള അന്വേഷണം പോലും പിണറായി കേന്ദ്രീകരിച്ച് പിണറായി രക്ഷപ്പെടുന്ന രാഷ്ട്രീയ നീക്കമെന്ന് തന്നെയാണ് CPM കരുതുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ മാത്രമേ അത്തരമൊരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് CPM വീണ്ടും വരാൻ സാധ്യതയുള്ളൂ. അതുവരെ വീണ വിജയനെ ചോദ്യം ചെയ്താലോ അവരെ അറസ്റ്റിലേക്ക് പോയാലോ ഒന്നും CPM നേരത്തെ എടുത്ത ഒരു ശക്തമായ നിലപാട് വിഷയത്തിലെടുക്കാനുള്ള സാധ്യത കുറവെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് സാഹചര്യം. എന്തായാലും നേരത്തെ പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഇ ഡി എത്തിയപ്പോൾ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തിയതിന് CPM-ന് ഒരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ആ കാരണം വരില്ല. മാത്രമല്ല അന്നത്തെ ആ നിലപാടും നീക്കങ്ങളും അല്പം പിഴച്ചോ എന്ന സംശയം കൂടി CPM-ന് ഒരുപക്ഷെ ഉണ്ടാവാം. നമുക്ക് വിശദമായി നോക്കാം. നവമി തുടരുന്നുണ്ട്. നവമി, ഇ ഡിയുടെ ഇത്തവണത്തെ നീക്കത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്ന് ഹൈക്കോടതി ഇ ഡി അന്വേഷണം തുടരാം, ഇ ഡി അന്വേഷണത്തെ ചലഞ്ച് ചെയ്യാനുള്ള ശ്രമം അവർക്ക് അനുകൂലമായ കോടതി വിധിയുണ്ട്. അപ്പോൾ കൂടുതൽ കടുത്ത നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ അറസ്റ്റ് പോലും ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണല്ലോ ഈ കേസിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ അത്തരമൊരു കടുത്ത നീക്കത്തിന് തയ്യാറാകുമോ? കാരണം ഒരു വശത്ത് ഇ ഡിക്ക് അന്വേഷണ വഴിയിൽ രാഷ്ട്രീയ പ്രതിരോധവും വെല്ലുവിളികളും മറുവശത്തും ഉണ്ട് താനും. അതുകൊണ്ട് ഇ ഡി കഴിഞ്ഞ ദിവസം ഇ ഡി ഡയറക്ടറുടെ കൂടിയാലോചനകളും യോഗങ്ങൾക്കുമൊക്കെ ശേഷം ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിനൊരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ടുണ്ടാവില്ലേ? സജിത്ത്, SFIO അന്വേഷണം ആരംഭിച്ച സമയത്ത് തന്നെയായിരുന്നു ഇഡിയും ഈ കേസിൽ ഇടപെട്ട് തുടങ്ങിയത്, ഇതിലാവശ്യമായിട്ടുള്ള രേഖകൾ ശേഖരിച്ചു തുടങ്ങിയത്.
അത് ചെന്നൈയിൽ വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ മാത്രമായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. പിന്നീട് 2 തവണ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്നുള്ളൊരു വിശദീകരണമായിരുന്നു അന്ന് ഹാജരാകാതിരുന്നത്. പിന്നീടാണ് ഈ ഒരു അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ CMRL സമീപിച്ചത്. ആ ഒരു സമീപനത്തിൽ തന്നെ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. അതിനൊടുവിലായി ഈ വിധി വരുന്നതിന് തൊട്ടു മുൻപ് പോലും ഹൈക്കോടതിയുടെ പരാമർശം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ, പൊതു ആളുകളിൽ നിന്നൊക്കെ ഈ പണം വാങ്ങി പ്രവർത്തിക്കുന്ന സേവനം നൽകുന്ന ഒരു സ്ഥാപനമല്ലേ, ആ സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിനുമില്ലേ? ഇപ്പോൾ മറിച്ച് ഈ ഇഡിയുടെ അന്വേഷണത്തിൽ കമ്പനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ ചിറ്റ് കമ്പനിക്ക് നൽകില്ലേ, അത് കമ്പനിക്ക് തന്നെ ഗുണകരമാകില്ലേ എന്നൊരു നിരീക്ഷണം, പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷേ അത് SFIയുടെ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മൌലികാവകാശത്തിന്റെ ലംഘനമാണ് എന്നായിരുന്നു CMRL കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. പക്ഷേ കോടതിയിൽ നടന്ന വാദങ്ങൾക്കൊടുവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി, അതായത് ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി തള്ളുകയും അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി ഉത്തരവിറക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് 12 ഇടങ്ങളിൽ, അതിൽ വീണ വിജയന്റെ വീട്ടിലടക്കം നടത്തിയ 12 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡിനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്നത് ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ്. ഈ 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ അതിൽ CMRL MDയുടെ വീടുണ്ട്, ഓഫീസുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുരേഷ് കുമാറിന്റെ വീടിലടക്കം റെയ്ഡ് ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ കണ്ണൂരിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. വീണ വിജയന്റെ കണ്ണൂരിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ റെയ്ഡുകൾക്കെല്ലാം ഒടുവിലായി ചില തെളിവുകൾ, നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്ന് ED ഉദ്യോഗസ്ഥർ തന്നെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. പിന്നീടാണ് വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുവാനായി CMRL തീരുമാനിക്കുകയും അവിടെയും സമാനമായ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നതിനൊടുവിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചും പുറത്തിറക്കിയത്. അതോടുകൂടിയാണ് CMRLനും വീണ വിജയനും വലിയ തിരിച്ചടിയാകുന്നത്. പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം ആവശ്യപ്പെട്ടു എങ്കിൽ പോലും അതുപോലും ഹൈക്കോടതി നൽകാൻ തയ്യാറായില്ല. എന്തായാലും ED ഈ കേസിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒരു വാദങ്ങൾ നടക്കുമ്പോൾ തന്നെ EDക്ക് കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അറിയാമായിരുന്നു തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു വിധി തന്നെയാണ് കോടതിയിൽ നിന്നും ഉണ്ടാകുക. കാരണം അതിനു മുൻപുള്ള കോടതിയുടെ പരാമർശങ്ങൾ അത്തരത്തിൽ തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുന്ന ദിവസം തന്നെ ED ഡയറക്ടർ ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തുന്നു. ED ഡയറക്ടർ നവീൻ കൊച്ചിയിലേക്ക് എത്തുന്നു. രാഹുൽ നവീൻ കൊച്ചിയിലേക്ക് എത്തുന്നു. അദ്ദേഹം രാവിലെ 10 മണിക്ക് തന്നെ, അതായത് ഈ വിധി വന്നതിന് ശേഷം കൊച്ചിയിലെ ED ഓഫീസിലെത്തുന്നു. അവിടെ ED ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ അഭിഭാഷകരെയും ചേർത്ത് വെച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അവലോകന യോഗം ചേരുന്നു. ആ യോഗത്തിൽ അന്ന് പിടിച്ചെടുത്ത തെളിവുകളെല്ലാം വിശദമായി പരിശോധിച്ചു. അതുമായി ബന്ധപ്പെട്ട ഇനി കൂടുതൽ തെളിവുകൾ എന്തൊക്കെ ശേഖരിക്കാൻ കഴിയും, ഇതെല്ലാം ആ യോഗത്തിൽ ചർച്ച ചെയ്തതിനൊടുവിലാണ് SFIO ശേഖരിച്ച തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുവാനായി തീരുമാനിക്കുകയും അത് ഇന്നലെ തന്നെ കോടതി ഉത്തരവിടുന്നു. 10 ദിവസത്തിനുള്ളിൽ തന്നെ SFIO ശേഖരിച്ച തെളിവുകളെല്ലാം തന്നെ EDക്ക് കൈമാറണമെന്ന ഉത്തരവ് വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇനി ആ തെളിവുകൾ കൂടി കൈപ്പറ്റും. ആ തെളിവ് കൂടി കൈപ്പറ്റിയാൽ ഒടുവിലാണ് കൈപ്പറ്റാൻ ഉള്ളൊരു ഉത്തരവ് വന്നതിന് ശേഷമാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ED ഉദ്യോഗസ്ഥർ എത്തി നിൽക്കുന്നത്. എന്തായാലും വെള്ളിയാഴ്ച വീണ വിജയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ED SFIO ശേഖരിച്ച തെളിവുകളും ED ആയിട്ട് റെയ്ഡിലൂടെ ശേഖരിച്ച തെളിവുകളും ഇതെല്ലാം നിരത്തിവെച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും വീണ വിജയനിൽ നിന്ന് ഉണ്ടാകുക. ഇപ്പോഴും ED ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എന്ത് സേവനം നൽകിക്കൊണ്ടാണ് CMRLും എക്സാലോജിക്കും തമ്മിൽ ഇത്രയും വലിയ കോടികളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതെന്നാണ്. ആ ചോദ്യത്തിനാണ് CMRLനോ വീണ വിജയനോ എക്സാലോജിക്കിനോ മറുപടി പറയാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഒരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്
എന്ന രീതിയിലേക്ക് ഇ ഡി എത്തി നിൽക്കുന്നതും ഇനി തെളിവുകൾ നിരത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കുക എന്നതാണ് ഇനി വീണ വിജയനും CMRലിനും മുന്നിലുള്ള വെല്ലുവിളി. എന്ത് സേവനമാണ് രണ്ട് കമ്പനികളും പരസ്പരം നടത്തിയത്, അത് ഇ ഡിക്ക് മുന്നിൽ വരുമ്പോൾ കാണിച്ചേ മതിയാകൂ. എന്തായാലും വീണ വിജയനെ വെള്ളിയാഴ്ച ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ തെളിവുകളായിരിക്കും വീണ വിജയൻ ഹാജരാക്കുക, എന്തൊക്കെ തെളിവുകളാണ് നിരത്തിക്കൊണ്ടുള്ളൊരു ചോദ്യം ചെയ്യലായിരിക്കും ഇ ഡിയും മുന്നോട്ട് വയ്ക്കുക എന്നതാണ് അറിയേണ്ടത്. മറ്റൊന്ന് ശശിധരൻ കർത്തയുടെ കാര്യമാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പക്ഷേ എന്ന് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഹാജരാകുമോ എന്നുള്ളതാണ് അടുത്തതായി നോക്കേണ്ടത്. അന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതുമില്ല. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ വിഷയത്തിലാണ് തുടർ നീക്കങ്ങൾക്ക് ഇ ഡി തുടക്കമിടുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനി സംഭവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.